بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സസൂക്ഷ്മം ജീവിതത്തിൽ പാലിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ച് ആ രൂപത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അവൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ 10ാമത്തെ വിഷയമായ സ്നേഹം. ആ സ്നേഹം എന്താകുന്നു? യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ത്? ഇവിടെ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകുന്നു? ആ സ്നേഹം ലഭിക്കുവാനുള്ള മാർഗമെന്ത്? അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നറിയാനുള്ള ലക്ഷണമെന്ത്? ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. അതോടൊപ്പം അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നു എന്ന് അറിയാനുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കിയതോടൊപ്പം നാം പ്രത്യേകമായി മനസ്സിരുത്തേണ്ട വിഷയമാണ് അല്ലാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കൽ. അതുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങൾ നാം പറഞ്ഞു. അല്ലാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗങ്ങളിലെ 2 വിഷയങ്ങൾ. ഒന്നാമത്തേത് അല്ലാഹു തആലയെ കണ്ടുമുട്ടാനുള്ള സ്നേഹം. രണ്ടാമത്തേത് അല്ലാഹുവുമായി ഒഴിഞ്ഞിരിക്കുവാനുള്ള ഇഷ്ടം. ഈ 2 കാര്യങ്ങളും നാം വിശദീകരിച്ചു മനസ്സിലാക്കി. മൂന്നാമത്തേത് അൻയകൂന സാബിറൻ അലൽ മകാരിഹ്. പ്രയാസങ്ങൾ അനുഭവിക്കാൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ ക്ഷമയുള്ളവനായി മാറുക. ഈ ക്ഷമ, സഹനം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്നേഹിക്കുന്നവരെ അവരോടുള്ള യഥാർത്ഥ സ്നേഹം ഉണ്ട് എന്നറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ
ആ ആളെ കണ്ടുമുട്ടുവാൻ, അവനുമായി സമ്പർക്കം പുലർത്താൻ, അവനുമായി സംസാരിക്കാൻ, അവനുമായി ഇടപഴകാൻ, അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എന്ത് തരം പ്രയാസങ്ങൾ അനുഭവിക്കുവാനും നാം സന്നദ്ധരാകും. ആ മാർഗത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊരു പ്രയാസമായി നമുക്ക് അനുഭവപ്പെടാതെ നാം ക്ഷമ അവലംബിക്കും. ഇത്തരത്തിലുള്ള ഒരു ക്ഷമയാണ്, സഹനമാണ് റബ്ബിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യം. റബ്ബ് കൽപ്പിച്ചു എന്ന കാരണത്താൽ ഒരു പ്രവർത്തനം ചെയ്യാൻ, റബ്ബ് നിരോധിച്ചു എന്ന കാരണത്താൽ ഒരു പ്രവർത്തനത്തിൽ നകന്നു നിൽക്കാൻ, ഇതിന് നമുക്ക് എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ പ്രയാസങ്ങളുടെ മുമ്പിൽ ക്ഷമ അവലംബിക്കാൻ നമുക്ക് സാധിക്കുന്നത് റബ്ബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമാണ്. റബ്ബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നറിയാനുള്ള വഴി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം കള്ളമാണോ സത്യമാണോ എന്നറിയാനുള്ള മാർഗം. ഒരാളെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം കള്ളമാണോ സത്യമാണോ എന്നറിയാൻ അയാൾക്ക് വേണ്ടി നാം പ്രയാസങ്ങൾ അനുഭവിക്കുമോ, അയാൾക്ക് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ മുമ്പിൽ നമുക്ക് ക്ഷമ കിട്ടുമോ, അയാൾക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്ന പരിശോധനയാണ്. ഇവിടെ നമുക്കറിയാം, അമ്പിയാക്കന്മാരാണ് ഇത്തരം പരീക്ഷണങ്ങളിൽ വിജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷമിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായ അമ്പിയാക്കന്മാർ, അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമുക്കറിയാം. അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ കഥയിൽ അദ്ദേഹം അനുഭവിച്ച നിരന്തരമായ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങൾക്കും മുമ്പിൽ അദ്ദേഹം അവലംബിച്ച ക്ഷമയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നാ വജദ്നാഹു സാബിറ, നിശ്ചയമായും അദ്ദേഹത്തെ നാം ക്ഷമിക്കുന്നവനായി കണ്ടു എന്ന്. ഈ ക്ഷമയും ഈ സഹനവും സ്നേഹവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ആ ബന്ധത്തിനുള്ള സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ അയ്യൂബ് അലൈഹിസ്സലാമിന് പിന്നീട് അള്ളാഹു നൽകുന്നത്. നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. അയ്യൂബ് അലൈഹിസ്സലാം എന്തുമാത്രം നല്ല അടിമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഈ ക്ഷമയാണ് നമുക്ക് ആവശ്യം. ഈ ക്ഷമ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ, നീ ക്ഷമിക്കണം, സഹിക്കണം. വമാ സബ്റുക ഇല്ലാ ബില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, എന്താണ് വമാ സബ്റുക ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ വാചകം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വലാ തഹ്സൻ അലൈഹിം, ഈ സത്യനിഷേധികൾ ഇസ്ലാമിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല നബിയെ. വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവർ തങ്ങൾക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നുവെങ്കിൽ ആ കുതന്ത്രത്തിൽ താങ്കൾക്ക് പ്രയാസം തോന്നേണ്ടതില്ല നബിയെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷമ അവലംബിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മൂന്നാമത്തെ മാർഗം, നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമായി നമുക്കിതിനെ തട്ടിച്ചു നോക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന ജീവിതത്തിൽ അവലംബിക്കുവാൻ നമുക്കെന്തെങ്കിലും തടസ്സമാകുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. സ്ത്രീയായാലും പുരുഷനായാലും റബ്ബ് നിർദ്ദേശിച്ച മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ ക്ഷമ അവലംബിക്കേണ്ടി വരും. ആ ക്ഷമയാണ് റബ്ബിനോടുള്ള സ്നേഹം കാണിക്കുന്നതിൻ്റെ അടയാളം. ഉദാഹരണമാണ്, സഹോദരിമാരാണെങ്കിൽ പർദ്ദ ധരിക്കാൻ പ്രയാസം തോന്നുന്ന സഹോദരിമാരുണ്ട്. പർദ്ദ ധരിച്ചാൽ അതൊരു മോശം പണിയാണോ എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് സഹോദരിമാർക്ക് ക്ഷമ ആവശ്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ നമുക്കവിടെ ക്ഷമിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഓരോ കൽപ്പനയും റബ്ബിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ക്ഷമ,
അത് തീർച്ചയായും നമുക്ക് അനിവാര്യമാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസം തോന്നും. നമസ്കാരം അടക്കമുള്ള നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും നമുക്ക് പ്രയാസം തോന്നും. ആ പ്രയാസം സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കിയ ചില കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും. ആളുകളൊക്കെ അത് കുടിച്ചും അത് കണ്ടും രസിക്കുന്നു, സുഖിക്കുന്നു, അത് വാങ്ങി ഇഷ്ടം പോലെ സുഖത്തോടുകൂടി ജീവിക്കുന്നു. പക്ഷേ മുസ്ലിമായതിൻ്റെ പേരിൽ എനിക്കതൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു പ്രയാസം, അങ്ങനെയുള്ള ഒരു ക്ഷമ, ആ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിച്ചാൽ അവിടെയാണ് റബ്ബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. നാലാമത്തെ വിഷയം, അല്ലാ യുഅസ്സിറ അലൈഹി ഷൈഅൻ മിനൽ മഹ്ബൂബാത്ത്. സ്നേഹിക്കുന്നവൻ്റെ, സ്നേഹിക്കുന്ന കാര്യത്തിൻ്റെ, സ്നേഹിക്കുന്ന വസ്തുക്കളുടെ, ആ സ്നേഹിക്കുന്നവനേക്കാളും സ്നേഹിക്കുന്ന കാര്യത്തെക്കാളും സ്നേഹിക്കുന്ന വസ്തുക്കളെക്കാളും നമുക്ക് പ്രാധാന്യപ്പെട്ട, നമുക്ക് പ്രധാനമുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ്. പക്ഷേ നബിക്ക് തൃപ്തിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പോരാ, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, ഞാൻ നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാകുന്നത് വരെ നിനക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഹത്താ നഫ്സി. റസൂലുള്ളാഹ്, അങ്ങനെയാണെങ്കിൽ അങ്ങാണ് എനിക്ക് എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ആത്മാവിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു, അൽ ആന യാ ഉമർ. ഉമറേ, ഇപ്പോഴാണ് ശരിയായത്. സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ സ്വന്തം ശരീരത്തെക്കാളധികം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്നേഹം നമ്മളാരെങ്കിലും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ എഴുതാനോ പറയാനോ മാത്രമുള്ളതല്ല. സ്നേഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത്, നാം പറയും നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം, ആ പറച്ചിൽ സ്നേഹമാണെന്ന ആ പറച്ചിൽ ആത്മാർത്ഥതയുള്ളതാവുകയില്ല എന്നതാണ് സത്യം. ഒരു കവി പാടിയതുപോലെ, തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു. നീ ഇലാഹിനെ, ആരാധ്യനെ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നു. ധിക്കരിക്കുമ്പോഴും നീ പറയുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന്. എന്നാൽ ധിക്കരിച്ചുകൊണ്ട് ഒരാളെ സ്നേഹിക്കുക എന്നത് അസംഭവ്യമാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു. നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നിശ്ചയമായും നിനക്ക് അവനെ അഥവാ അല്ലാഹുവിനെ അനുസരിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കുക തന്നെ ചെയ്യും. ഇതാണ് സത്യം. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ മുമ്പിൽ അടിമയാകാത്ത മനുഷ്യന്മാരില്ല. സ്നേഹത്തിൻ്റെ മുമ്പിൽ അലിഞ്ഞു പോകാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമില്ല. അത് യഥാർത്ഥത്തിൽ നമുക്ക് സത്യമാക്കാൻ, സത്യസന്ധമാക്കാൻ തോന്നേണ്ടത് ഇവിടെയാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹവും എന്ന് നാം മനസ്സിലാക്കുക. ഈമാൻ എന്ന് പറയുന്നതിന് രണ്ട് അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഒന്ന് അസ്ല്, രണ്ട് കമാൽ. അഥവാ ഈമാൻ എന്നത് അതിനൊരു അടിസ്ഥാനമുണ്ട്,
അതോടൊപ്പം തന്നെ അതിന് പരിപൂർണത എന്ന ഒരവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഫബിഹസ്ബിൽ മആസി യൻഖുസുൽ കമാൽ. നമുക്കറിയാം, നാം തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച് വിശ്വാസം നമുക്ക് കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ഒരു അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും അവസ്ഥ. അത് അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്യുമ്പോൾ, ധിക്കാരം ചെയ്യുമ്പോൾ ആ സ്നേഹം കുറഞ്ഞു വരും. അങ്ങനെ ആ സ്നേഹം സംശയത്തിൻ്റെയോ കാപട്യത്തിൻ്റെയോ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അടിസ്ഥാനം പോലും നഷ്ടപ്പെട്ടവരായി മാറും. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോടുള്ള സ്നേഹം സ്വൽപ്പമെങ്കിലും നമ്മുടെ മനസ്സിൽ അവശേഷിച്ചാൽ ഒരിക്കലും നാം സംശയത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിഫാഖിൻ്റെ അവസ്ഥയിലേക്ക്, കുഫറിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയില്ല. അള്ളാഹുവിനെ ഏതെങ്കിലും വിഷയത്തിൽ ധിക്കരിക്കുന്നവർ, തെറ്റുകൾ ചെയ്യുന്നവർ അള്ളാഹുവിനോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. മറിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹം പരിപൂർണമല്ല, അവർക്കുള്ള സ്നേഹം പരിപൂർണമല്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവമുണ്ടായി. നുഐമാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നത് വഹുവ സക്രാൻ, കള്ള് കുടിച്ച് മത്ത് ബാധിച്ചുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ള് കുടിച്ചവനുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപ്പാക്കി. ആ സമയത്ത് കൂടെയുണ്ടായിരുന്ന കൂടി നിന്ന ആളുകളിൽ ചിലർ പറഞ്ഞു, മാ അക്സറമായി ഉതാബിഹി, എന്തൊരു ശല്യമാണിത്, എത്ര തവണയായി ഇവനെ കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ കൊണ്ടുവരുന്നു എന്ന്. അതൊരു ശാപത്തിൻ്റെ ശക്തമായ വാക്കായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമായില്ല. കള്ളു കുടിച്ച സഹാബിയെ കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ സദസ്സിൽ വെച്ച് തൻ്റെ കൂട്ടുകാർ പറയുന്നു, എന്തൊരു ശല്യമാണിവൻ, എത്ര തവണയായി ഇവനെ കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ കൊണ്ടുവരുന്നത് എന്ന് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു, ലാ തൽഅൻഹു, ഇല്ല, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അവനെ ആക്ഷേപിക്കരുത്, നിങ്ങൾ അവനെ ശപിക്കരുത്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, കാരണം അവൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവനാണ്. സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. നാം ഒരു സഹാബിയെ ചെറുതാക്കാനോ കൊച്ചാക്കാനോ നിസ്സാരമാക്കാനോ ഒരു സഹാബി ചെയ്ത തെറ്റുകൾ എടുത്തു കാണിക്കാനോ വേണ്ടി പറഞ്ഞ വാചകമല്ല. മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഈ സംഭവത്തിൽ നിന്ന് ഒരാൾ ഒരു തെറ്റു ചെയ്തു എന്നതിൻ്റെ പേരിൽ അയാളെ നാം അടിച്ചാക്ഷേപിക്കാൻ പാടില്ല, അയാളെ ശപിക്കാൻ പാടില്ല, അയാളോട് ധിക്കാരപൂർവം സംസാരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, റസൂലിനോടുള്ള സ്നേഹമുണ്ട്. ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത്, പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് സഹാബിയെ ചെറുതാക്കാൻ വേണ്ടിയല്ല. ഒരിക്കലും ഈ സഹാബി ഒരു തെറ്റ് ചെയ്തു എന്ന കാരണത്താൽ ആ സഹാബിയെ ശപിക്കരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, ആക്ഷേപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് തെറ്റുകൾ സംഭവിക്കാമെന്നല്ലാതെ അവൻ്റെ മനസ്സിൽ സ്നേഹമില്ല എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് വേണ്ടി വിളിച്ചാൽ സ്വന്തം ശരീരം പോലും സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ആ ജിഹാദിന് സന്നദ്ധമാകുന്ന ഒരു സമൂഹമായിരുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഞ്ചാമത്തെ വിഷയം, നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അഞ്ചാമത്തെ അടയാളം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നാം മുഴുകുക എന്നതാണ്. ചിന്തിച്ചു നോക്കൂ, ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ, അള്ളാഹുവിനെ സ്മരിക്കാനുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന അവസരങ്ങളാണ്.
ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും കേൾപ്പിക്കപ്പെടുകയും ആ അത്ഭുതങ്ങളിലൂടെ ആയത്തുകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുകയും നാവിലൂടെ ആ സ്മരണയുടെ ബഹിസ്ഫുരണങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ എപ്പോഴും അയാളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അതല്ലേ സത്യം? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ, ഒരുത്തിയെ അല്ലെങ്കിൽ ഒരാളെ, അയാളെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കും. അവരെക്കുറിച്ച് പറയാൻ, ഞാൻ സ്നേഹിക്കുന്നവരെ കുറിച്ച് പറയാൻ, സ്മരിക്കാൻ എൻ്റെ നാവ് ധാരാളമായി നീളും. എപ്പോഴും എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള സ്മരണ പച്ചപിടിച്ചു നിൽക്കും. എങ്കിൽ സഹോദരാ, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ചു നിൽക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, വാഴ്ത്താൻ, സ്മരിക്കാൻ, ദിക്ർ ചൊല്ലാൻ നമ്മുടെ നാവിന് നീളം വേണം. ഏത് സന്ദർഭങ്ങളിലും പ്രയാസങ്ങളും ദുരിതങ്ങളും പട്ടിണികളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ പോലും റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു ദുഖുറുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണമെന്ന് പറഞ്ഞ ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും പ്രയാസകരമായ ഒരു സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫത്ബുതു വദ്കുറുല്ലാഹ കസീറാ. സത്യവിശ്വാസികളെ, നിങ്ങളെങ്ങാനും ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, അഥവാ യുദ്ധവേളയിൽ, ഇസ്ലാമും ശത്രുവുമായി കണ്ടുമുട്ടുന്ന യുദ്ധവേളയിൽ പോലും ഫത്ബുതു, നിങ്ങൾ സ്ഥൈര്യത്തോടെ നിൽക്കണം. പേടിക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ, പേടിച്ച് പ്രയാസപ്പെടേണ്ടവരല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം അവിടെ വെച്ച്. അഥവാ സഹോദരങ്ങളെ, വാളിന് താഴെ യുദ്ധക്കളത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അതിൽ നിന്നൊരിക്കലും നിങ്ങൾ അശ്രദ്ധമായി പോകരുത് എന്ന് അതിശക്തമായ സൂചനയാണ്, അതിശക്തമായ പ്രസ്താവനയാണ് അള്ളാഹു നടത്തുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കാരണം ആ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ അവരുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഒരു സത്യവിശ്വാസി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുന്നത്? എന്തിനാണ് കിടന്നുറങ്ങുമ്പോൾ ദിക്ർ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘട്ടം. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കിടക്കപ്പായയിലേക്ക് പോകുന്നു. ഞാനിതാ ഉറക്കമെന്ന മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകവുമായുള്ള എൻ്റെ ബന്ധം അവസാനിക്കുന്നു. ആ ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നത് ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബിനെ ഓർത്തുകൊണ്ടാണ്. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നേരം വെളുത്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസി എഴുന്നേറ്റ് പുറത്തേക്ക് വരേണ്ടത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനാണ് സ്തുതി, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹു. ചിന്തിച്ചു നോക്ക് സഹോദരാ, ഇതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായി വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ദിക്ർ ചെയ്യുക, ദിക്ർ ചൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസിക്ക് റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കാരണമായി അവൻ്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞ് തുളുമ്പി പുറത്തേക്ക് വരേണ്ടതാണ്. അല്ലാതെ ആരെയെങ്കിലും എവിടെയെങ്കിലും ഫലമായി പിടിച്ചിരുത്തി ആരെങ്കിലും ഉറക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും മറ്റുള്ളവരെല്ലാം ആട്ടത്തിലൂടെ പാട്ടിലൂടെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്നതല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട ദിക്ർ. ഞാൻ സൂചിപ്പിച്ചു, ഈ വിഷയം ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്നേഹത്തിൽ തെറ്റുപറ്റിയത് സൂഫിയാക്കൾക്കായിരുന്നു എന്ന്, ത്വരീഖത്തിന്റെ ആളുകൾക്കായിരുന്നു എന്ന്. ഈ ആളുകൾ പലപ്പോഴും സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ ചതിക്കാറുള്ളത്, വഞ്ചിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഈ സൂഫിസത്തിന്റെയും ത്വരീഖത്തുകളുടെയും ഒക്കെ ഷെയ്ഖുമാരെ സ്നേഹിക്കുകയും ആ സ്നേഹം അവരുടെ കൈ പിടിച്ച് അവർക്ക് ബൈഅത്ത് ചെയ്ത്
അവരിലേക്കെത്തി ആ ബൈഅത്തിലും സദസ്സിലുമൊക്കെ പങ്കെടുത്ത് ദിക്ർ ചൊല്ലുന്നതിലാണ് എന്ന് വിശേഷിപ്പിക്കാറും പറയാറുമുണ്ട്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ദിക്ർ. ആ ദിക്റിൻ്റെ കാരണം സ്നേഹമായിരിക്കണം. ആറാമതായി നാം മനസ്സിലാക്കുക, നമുക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ, നമ്മുടെ സ്നേഹം സത്യസന്ധമായതാണോ എന്നറിയാൻ ഇദാ ദക്കറല്ലാഹ ഖാലിയൻ വജ്ല ഖൽബുഹു വഫാദത് ഐനാഹു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർത്താൽ, സ്മരിച്ചാൽ, ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർത്താൽ മനസ്സിനൊരു പേടി വരും, മനസ്സിങ്ങനെ പടപടക്കും. എന്നിട്ട് ഫാദത് ഐനാഹ്, അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി നിറഞ്ഞൊഴുകും. നമ്മൾ ആലോചിക്കേണ്ടതാണ്, റബ്ബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് സംഭവിക്കണം. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു പഠിപ്പിക്കുന്നു, വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ വിഭാഗം മാത്രമാണ്. ആരാണവർ? അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ മനസ്സ് പടപടക്കും, പേടിച്ചു പോകും. അല്ലാ എന്ന് പറയാൻ പേടിയാണ്, അല്ലാ എന്ന വാക്ക് കേൾക്കുന്നത് പ്രയാസമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ, വായിക്കപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അവർ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന വിഭാഗമായി മാറുകയും ചെയ്യും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു.